മുൻവർഷത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അക്ഷാംശ രേഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് അക്ഷാംശ രേഖകൾ? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകളെന്ന് പറയുന്നത്. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ വൃത്തം 0 ഡിഗ്രിയാണ്. അതിനെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുന്നു. ഇനി ടോട്ടൽ ഭൗമോപരിതലത്തിലെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം എന്ന് പറയുന്നത് 181ആണ്. അടുത്തടുത്തുള്ള 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്ററാണ്. ഗ്ലോബിൻ്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ ഭൂമിയെ 2 തുല്യ അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഉത്തരാർദ്ധഗോളമെന്നും ഭൂമധ്യരേഖയ്ക്ക് താഴെ ദക്ഷിണാർദ്ധഗോളമെന്നും അത് അറിയപ്പെടുന്നു. സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നത് അക്ഷാംശ രേഖകളാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനും ദിശ, കാലാവസ്ഥ എന്നിവ അറിയാനും അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നുണ്ട്. ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു.